ഹലോ, ഇന്ന് സാക്ഷിക്കുട്ടിയുടെ 4th മന്ത് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് വാക്സിൻസ് ഒക്കെ എടുക്കാനുള്ള ഒരു ദിവസമായിരുന്നു. ഇഞ്ചക്ഷൻ ഉള്ള ദിവസം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്തോ അമ്മ സങ്കടം. ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, പിടിച്ച് കിടത്തിയേക്കുന്നതാണ്. തനിയെ അവൾ ഇതുവരെ കമിഴ്ന്ന് വീണിട്ടില്ല. ദാ ഈ ഫില്ല് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ക്വസ്റ്റ്യനെയറാണേ. എല്ലാ തവണയും അവരത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. വേറൊന്നുമല്ല, പാർട്ട് ഓഫ് പ്രോട്ടോകോൾ ആണേ. ഇവളാണ് എൻ്റെ റെയിൻബോ. 7 വർണ്ണങ്ങളും വിരിച്ച് എൻ്റെ ഹൃദയത്തിൽ സ്നേഹവുമായിട്ട് ഓടിയെത്തിയവൾ, എല്ലാം മറന്ന് ചിരിക്കാൻ പഠിപ്പിച്ചവൾ, വിലപിക്കുന്നതിനോടൊപ്പം ഗ്രേറ്റ്ഫുള്ളായിരിക്കാൻ കൂടി പഠിപ്പിച്ചവൾ, കിട്ടിയ എല്ലാ നന്മകളെയും സൗഭാഗ്യങ്ങളെയും നന്ദിയോടെ സ്മരിക്കാൻ പഠിപ്പിച്ചവൾ. അവളാണ് ഇവൾ, എൻ്റെ സാക്ഷി. ആ നോട്ടം കണ്ടില്ലേ? ഈ കഴിക്കുന്നൊന്നും അത്ര വലിയ താല്പര്യമുള്ള സാധനങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് എന്നെ ഒരു നോട്ടം നോക്കിയതാണ് അവൾ. ഇതൊക്കെ എന്ത്, ഇഞ്ചക്ഷൻ പുറകെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഇഞ്ചക്ഷൻ കിട്ടിയപ്പോൾ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്നുള്ളൊരു ഭാവമായിരുന്നു അവൾക്ക്. പക്ഷേ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ നന്നായിട്ടേറ്റു. ഇതുവരെ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യമൊക്കെ ആ ഒരൊറ്റ സൂചിമുനയിൽ ചോർന്നു പോയി. എന്ന് വെച്ച് അതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും എൻ്റെ മിടുക്കി കുട്ടിക്ക് പറ്റത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ ഓക്കെ ആയി, നല്ല ഗുഡ് ഗേളായിട്ട് ഒരു വഴക്കുമില്ലാതെ കാർ സീറ്റിലൊക്കെ ഇരുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.